ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ലെറ്റർ ബോക്സ്, അതിലൊരു ഗിഫ്റ്റ് കാർഡ്, പിന്നെ ഒരു ചെറിയ 2 ഗിഫ്റ്റ്, നല്ല ക്യൂട്ട് ഗിഫ്റ്റ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മളൊരു ചെറിയ ചാർട്ട് എടുക്കുക, വൈറ്റ് ചാർട്ട്. അതിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു ചെറിയ കോട്ട്, എന്തെങ്കിലും ഒരു വിഷയം എഴുതുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്യുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് അതും കട്ട് ചെയ്യുക. അതെങ്ങനെ കട്ട് ചെയ്യേണ്ടത് ഒട്ടിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ചെയ്യുക. അതിനുശേഷം അത് പേസ്റ്റ് ചെയ്യുക, ഗമ്മ് വെച്ചിട്ട് നന്നായി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷമുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു ലെറ്റർ ബോക്സിൻ്റെ നല്ലൊരു ഭംഗിയുള്ളൊരു ലെറ്റർ ബോക്സ് പോലെ. അതിനുശേഷം നമുക്ക് ചെറിയ ഡെക്കറേഷൻസൊക്കെ നടത്താം. ഡെക്കറേഷൻസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിക്കുന്ന ചെറിയ ന്യൂസ് പേപ്പർ എടുത്ത് അതിൻ്റെ കട്ടിങ്സ് വെച്ച് നമ്മളൊരു കട്ടിങ്സ് വെച്ച് നമ്മൾ ഒട്ടിച്ചിട്ട് അതിനുശേഷം ടു മൈ ഡിയർ ഫ്രണ്ട് എന്ന് നമ്മൾ എഴുതി. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതെൻ്റെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്, എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഗിഫ്റ്റ് കാർഡ് നമുക്ക് എടുത്തിട്ട് അതിനകത്തോട്ടിടാം. നമ്മളിവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ഒരു പൗച്ച് പോലെ ആക്കണം. അത് നമ്മൾ വിട്ടുപോയി. അപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഗിഫ്റ്റ് കാർഡ് അതിനകത്തിടുക. അതിനുശേഷം നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഗിഫ്റ്റ്, ഞാൻ ഒരു പിങ്ക് കളറിലുള്ള ഒരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട്, അത് ഇടുക അതിനടുത്തോട്ട്. അതിനുശേഷം ഒരു കൊലുസ്, ഒരു ക്യൂട്ടായിട്ടുള്ള റെഡ് ക്രിസ്റ്റൽ വരുന്ന ഒരു കൊലുസ്, അതും ഇട്ടിട്ട് പാക്ക് ചെയ്യുക. ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം നമ്മളവിടെ ക്ലോസ് ചെയ്യാനായിട്ട് ചെറിയൊരു സ്റ്റിക്കർ ഉണ്ടാക്കുക. സ്റ്റിക്കർ സിമ്പിളായിട്ട് ഇതേപോലെ ഒരു ചാർട്ടോ ഒരു വൈറ്റ് ഷീറ്റ് എന്തെങ്കിലും വെട്ടിയിട്ട് നമ്മളതിൽ ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഇമേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡ്രോ ചെയ്ത ശേഷം അതിൻ്റെ മേലോട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക ചെയ്യുന്നത്. സെല്ലോ ടേപ്പ് ഒട്ടിച്ച ശേഷം നമുക്കൊരു സ്റ്റിക്കർ മോഡലായി കിട്ടുന്നത്. എന്തെങ്കിലും ഞാനിവിടെ ഒരു ചെറിയ മെയിൽ ബോക്സ് പോലെ ഒരു ലെറ്റർ പോലെയാണ് നമ്മൾ എഴുതുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ സെല്ലോ ടേപ്പിലോട്ട് ഒട്ടിച്ചിട്ട് സെല്ലോ ടേപ്പിൻ്റെ അതും കൂടി നമ്മൾ സിസർ വെച്ച് നല്ല ഭംഗിയായി കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഗിഫ്റ്റിൻ്റെ പുറകിലോട്ട് നമുക്ക് ഒട്ടിക്കാം. റെഡി ഫോർ ഡിസ്പാച്ച്. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.